കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ മഹാത്യാഗത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരമായി നമ്മുടെ പാപശിക്ഷകൾ ഏറ്റ് നമ്മൾ വഹിക്കേണ്ടതായ മരണം വരിച്ച് നമ്മെ രക്ഷിക്കുവാനാണ് കർത്താവ് യേശുക്രിസ്തു നമുക്കായി ഈ ലോകത്തിൽ വന്നത്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം കൂടെ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനുണ്ടായിരുന്നു. അത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയി. യേശുക്രിസ്തു ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃക കാണിച്ചു തന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവ രൂപീകരണം എപ്രകാരമായിരിക്കണം എന്ന് വിശദീകരിക്കുമ്പോൾ താൻ പറയുന്നു, ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം. അതേ സ്വഭാവത്തിൽ നാം ജീവിക്കണം. എന്താണ് യേശുക്രിസ്തുവിലുള്ള ഭാവം? ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നാം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. യേശുക്രിസ്തുവിലുള്ള ആ ഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. ഒരിക്കലും തനിക്ക് വേണ്ടി ആയിരുന്നില്ല. ആ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചില വേദഭാഗങ്ങൾ യെശയ്യാപ്രവചനം 53-4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അതുപോലെ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പാപം നിമിത്തം മനുഷ്യനിൽ സംഭവിച്ച വീഴ്ചകളാണ്. അതിലാണ് ഈ രോഗങ്ങൾ കടന്നു വരുന്നത്, അതിലാണ് വേദനകൾ കടന്നു വരുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ, അതുപോലെ നാം നമ്മുടേതായിട്ടുള്ള വഴികളിലൊക്കെ തിരിഞ്ഞു പോയത്. എന്നാൽ യേശു അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. യേശു രോഗം ശീലിച്ചവനായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നിമിത്തമാണ്. നമ്മുടെ സ്ഥാനത്താണ് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചത്, നമ്മുടെ സ്ഥാനത്താണ് അവൻ വേദനകളെ ചുമന്നത്. പക്ഷേ യേശു ഈ ശിക്ഷയെല്ലാം ഏൽക്കുമ്പോഴും കൊല്ലുവാൻ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായിരുന്നു. കാരണം താൻ ചെയ്യുന്നത് എന്താണെന്ന് തനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നാമും കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ ആ അതേ ഭാവത്തിൽ നാം ജീവിക്കണം. മറ്റുള്ളവർക്കായി നാം ജീവിക്കണം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ സഹിച്ചതായ ആ പങ്കപ്പാടുകളെ ഓർത്ത് നാം അവന് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. അതെ, ഈ ദിവസങ്ങളിൽ ആ ക്രിസ്തുയേശുവിലുള്ള ഭാവത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾക്കായി ഭൂമിയിൽ വന്നു. കർത്താവെ, താൻ തൻ്റെ സ്വന്തം ഗുണമല്ല നോക്കിയത്, ഞങ്ങളുടെ ഓരോരുത്തരെയും കുറിച്ചുള്ള ചിന്തകളാൽ അവൻ നിറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ഞങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഈ സ്നേഹത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. God bless you all.